ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരന്തിൽ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ മഹിമ ശ്രുതിയെ വിളിച്ച് സംസാരിക്കുകയാണ്. നീ പറഞ്ഞില്ലേ നിൻ്റെ മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ അയച്ചെന്ന കാശ് കൊണ്ടാണ് ഷോറൂം തുടങ്ങിയത്. രവിയേട്ടന് ശ്രുതി കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ എടുത്തിട്ടാണല്ലേ നീ ഷോറൂം തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതൊന്നും ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആൻറ്റി, ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ്, ആൻറ്റി ഇതിൽ അഭിപ്രായം പറയേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹിമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മഹിമ നേരെ ചന്ദ്രയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചന്ദ്ര ശ്രുതിയുടെ റൂമിൽ വന്ന് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. നീ മഹിമയോട് മര്യാദയില്ലാതെ സംസാരിച്ചോ, ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നീ ചന്ദ്രയുടെ തനി സ്വഭാവം കാണും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പേടിപ്പിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഇതോട് കേൾക്കുമ്പോൾ നല്ല ദേഷ്യവും. ശ്രുതി നേരെ വർഷയുടെ അടുത്തോട്ട് വന്നിട്ട് വർഷയുടെ പറയും, നീ എന്തിനാ വർഷ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിൻ്റെ അമ്മയെ വിളിച്ച് പറയുന്നത്? അതിനെന്താ ചേച്ചി, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച വഴിക്ക് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ, എന്നിട്ട് അവർ ഫോണിൽ കൂടി വിളിച്ച് എന്നെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചല്ലോ, അതിൻ്റെ കാര്യം അവർക്ക് എന്താണെന്ന് ചോദിക്കും. ചേച്ചി തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വർഷയും ശ്രുതിയും തമ്മിൽ സംസാരിക്കുകയാണ്. അവർ തമ്മിൽ ഉടക്കുന്നുണ്ട്. അത് കേൾക്കുന്ന രേവതി വന്ന് പറയും, നിങ്ങൾ തമ്മിൽ വെറുതെ സംസാരിച്ച് പ്രശ്നം വഷളാക്കരുത്. ശ്രുതി, നീ നിൻ്റെ റൂമിലോട്ട് ചെല്ല്, പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും അനുനയിപ്പിച്ച് രണ്ടുപേരും റൂമിലോട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടം വരെയാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോറൂമാണ്. ശ്രുതി 2-3 തവണ ശ്രുതിയെ ഫോൺ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം ചന്ദ്രയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ 2-3 തവണ ശ്രുതി എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കട്ടെ എന്ന് ചോദിക്കും. വേണ്ട എന്ന് ചോദിക്കും. അവളിനി വീട്ടിലോട്ട് വന്നോന്ന് അറിയാനായിരിക്കും എന്നെ വിളിച്ചതെന്ന് പറയും. അവളിവിടെ വന്നിട്ടുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയും. ആണോ, എനിക്കത് പറയാൻ വേണ്ടിയായിരിക്കും അമ്മ വിളിച്ചാൽ, ഞാനൊന്ന് തിരിച്ച് വിളിക്കട്ടെ എന്ന് പറയും. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. അതിനുശേഷം പറയും, നിനക്കിന്ന് കടയിൽ സ്റ്റോക്കൊക്കെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ അമ്മേ, ഇന്ന് കുറച്ച് പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ നീ ഇന്ന് വരണ്ട. അതെന്താ, ആ കാര്യങ്ങളൊക്കെ കടയിൽ സ്റ്റാഫ് നോക്കിക്കോളും എന്ന് പറയും. സ്റ്റാഫ് നോക്കാനേ, എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇനിയും ഓരോ അബദ്ധങ്ങൾ പറ്റാനില്ലേ, അതുകൊണ്ടല്ലേ നിന്നെ കഴിവില്ലാത്തവനെന്നൊക്കെ നിൻ്റെ ഭാര്യ പോലും പറഞ്ഞത്. അതുകൊണ്ട് നീ തൽക്കാലം ഇന്ന് വരണ്ട. അപ്പോൾ അമ്മ, എനിക്ക് ഭക്ഷണം കഴിക്കണ്ട, നീ പുറത്തുനിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് നീ ഇന്ന് അവിടെ നിന്നാൽ മതി, രാവിലെ വന്നാൽ മതിയെന്ന് പറയും. അമ്മ, ഞാൻ ശ്രുതി വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്തോട്ടെ. ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം ശ്രുതി വിളിക്കുമ്പോൾ ശ്രുതി ഫോൺ എടുക്കും. എന്താ ശ്രുതി, ഞാൻ കുറച്ച് നേരം കൊണ്ട് ശ്രുതിയെ വിളിക്കുക, ശ്രുതി ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കും. സമയം ഒത്തിരി ആയല്ലോ. ഇല്ല, ഞാനിന്ന് വരുന്നില്ല. അതെന്താ, എനിക്ക് കുറച്ച് പുതിയ സ്റ്റോക്ക് വരാനുണ്ട്, അതൊക്കെ കടയിൽ സ്റ്റാഫ് നോക്കും. മുമ്പും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും കൂടി എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്കൊരു കഴിവില്ല എന്നൊക്കെ എല്ലാവരും പറയുമല്ലയോ. നീ പോലും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയില്ലേ ശ്രുതി എന്ന് പറയും. ശ്രുതി, ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ശ്രുതിക്ക് കഴിവില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രുതിക്ക് 7 ഡിഗ്രി ഉണ്ടെന്നല്ലേ ഉള്ളൂ, പ്രായോഗികപരമായിട്ട് ശ്രുതി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളെന്ന് പറയും. എന്തായാലും എനിക്കിന്ന് വരാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് നല്ല വിഷമമാവും. രേവതി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുകയാണ്. ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ചന്ദ്ര പറയും, എന്താടി ആഹാരമൊന്നും റെഡിയായില്ലേ? ഇപ്പം ശരിയാവും അമ്മേ, ചപ്പാത്തിയും കൂടി ശരിയായാൽ മതിയെന്ന് പറയും. പിന്നെ ശ്രുതി ഭക്ഷണം കഴിക്കാൻ കാണത്തില്ല, അതുകൊണ്ട് അവനുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറയും. അയ്യോ അമ്മേ, ഞാൻ അവർക്കും കൂടി ചേർത്തുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. എന്തായാലും വേണ്ട എന്ന് പറയും. അങ്ങനെ ചന്ദ്ര ശ്രുതി അവിടെ നിൽപ്പുണ്ട്. ശ്രുതി കേൾക്കാൻ തന്നെയാണത് പറയുന്നത്. അതിനുശേഷം ശ്രുതി അവിടെ നിൽക്കുമ്പോൾ, ശ്രുതി നീ ഇരിക്കുക, ഭക്ഷണം കഴിക്കാമെന്ന് പറയും. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കറിവിച്ചങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ ചോദിക്കും, മോളെ ശ്രുതി വന്നായിരുന്നു? വന്നിച്ച റൂമിലുണ്ടെന്ന് പറയും. ചന്ദ്ര അവളോട് പിന്നെയും വല്ല പ്രശ്നത്തിനും പോയോ? ഇല്ല അമ്മ, പ്രത്യേകിച്ച് പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല, സംസാരം ഉണ്ടായെന്ന് പറയും. കുറച്ച് മുമ്പ് മഹിമ ആൻറ്റി ശ്രുതിയെ വിളിച്ചിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചു, അതിൻ്റെ ദേഷ്യത്തിന് വർഷയായിട്ട് വന്ന് നല്ല സംസാരമായെന്ന് പറയും. ഈ മഹിമയ്ക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറയും. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ മഹിമ ആൻറ്റി നോക്കിയിരിക്കുമല്ലോ എന്ന് പറയും. അതിനുശേഷം പറയും, ശ്രുതി വന്നായിരുന്നു? ഇല്ല, അദ്ദേഹം ഒന്നും വരുത്തില്ലെന്ന് അമ്മ പറഞ്ഞത്, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. അങ്ങനെയാണോ? അപ്പം രവീന്ദ്രന് മനസ്സിലാവും ചന്ദ്രമതിയാണ് ശ്രുതിയുടെ നിന്ന് ഷോറൂമിൽ നിന്ന് വീട്ടിലോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ശ്രുതി ഇത് കേൾക്കും. ശ്രുതിക്ക് മനസ്സിലാവും, കാരണം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്നാണ് ശ്രുതി ഷോറൂമിൽ നിന്ന് ഇന്ന് വരുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ആൻറ്റി അത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ ആൻറ്റി തന്നെയാണ് ശ്രുതി അടുത്ത് പറഞ്ഞത് ഇന്ന് ഷോറൂമിൽ നിന്ന് വീട്ടിലോട്ട് വരേണ്ടതെന്ന്. ഇപ്പോഴും ശ്രുതിയുടെ അമ്മ പറയുന്നത് തന്നെ വലിയ കാര്യം, ഞാനെപ്പോഴും ഒരു 2ാം സ്ഥാനക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി അങ്ങ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ് സച്ചി രേവതിയെന്ന് വിളിച്ചുകൊണ്ട് കയറി വരും. അപ്പോഴത്തേക്കും ഭക്ഷണം റെഡിയായ രേവതി, ശരിയായി, സച്ചിയേട്ടനിരിക്കുക, ഭക്ഷണം വിളമ്പാന്ന് പറയും. പാർലറിടത്തിൽ വന്നോ? വന്നു. അമ്മയായിട്ട് എങ്ങനെയാ? അമ്മയായിട്ട് സംസാരമൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവൻ വന്നു, ശ്രുതി വന്നോ എന്ന് ചോദിക്കും. ഇല്ല, അദ്ദേഹം ഇന്ന് വരുത്തില്ലെന്നാണ് പറഞ്ഞത്, അമ്മ വന്ന് പറഞ്ഞു അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറയും. അതെന്തായിരിക്കും? അറിയില്ല, ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞാൽ കടയിൽ എന്തോ സ്റ്റോക്ക് കൊണ്ടുവരികയോ അങ്ങനെ എന്തോ ചെയ്തെന്ന് പറയും.
അമ്മ തന്നെ ആയിരിക്കും അദ്ദേഹത്തോട് ഇന്ന് വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതേ, ഇപ്പോൾ തരം കിട്ടുമ്പോഴൊക്കെ അമ്മ ശ്രുതിയെ കുറ്റപ്പെടുത്തുകയാണ്. കുറച്ച് മുമ്പും അമ്മ വന്ന് ശ്രുതിയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടും. അതെന്തിനാ? അത് മഹിമ ആൻറ്റി വന്ന് ഫോണിൽ കൂടി വിളിച്ച് ശ്രുതിയോട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കി സംസാരിച്ചായിരുന്നു. അതിൻ്റെ പേരിൽ വർഷമായിട്ട് ഇപ്പോൾ സംസാരം ഉണ്ടായി. അതിനുശേഷം ആൻറ്റി റൂമിൽ ചെന്നിട്ട് ശ്രുതി ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവൾ വന്നില്ല എന്ന് പറയും. അവൾക്കെല്ലാം മനസ്സിലായി കാണും, അതുകൊണ്ടായിരിക്കും അവൾ ഭക്ഷണം കഴിക്കാൻ പോലും വരാഞ്ഞതെന്ന് പറയും. അതെന്തായാലും വരുമല്ലോ രേവതി, കാരണം മലേഷ്യയിലെ മരുമോളാന്ന് പറഞ്ഞിട്ട് തലേക്കേറ്റ് വെച്ചുകൊണ്ട് നടന്നില്ലേ. പിന്നെ അത് മാത്രമല്ല, എന്ത് കാര്യവും ശ്രുതി അമ്മ പറഞ്ഞത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഇതാദ്യമായിട്ടാണ് പൗഡർ എടുത്ത് പറയുന്ന കാര്യം ശ്രുതി കേട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും കാണും. ഒരുപക്ഷെ ഈ 50 ലക്ഷം രൂപ മോട്ടിച്ചുകൊണ്ട് പോയിട്ട് തിരികെ കിട്ടിയപ്പം ആ കാര്യം അമ്മയോട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും ദേഷ്യം വരത്തില്ലായിരുന്നു. ഇത് കള്ളം പറഞ്ഞിട്ട് ദേഷ്യമാണെന്ന് പറയും. ഓ അങ്ങനെയാണ്, എന്തായാലും അവൾ ഭക്ഷണം കഴിക്കാതിരിക്കുമല്ലേ സച്ചേട്ടാ, ഞാൻ അവളെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാമെന്ന് പറയും. അത് വേണോ രേവതി? വേണം സച്ചേട്ടാ, കാരണം വെച്ചാൽ മുമ്പൊക്കെ ഞങ്ങളുടെ അച്ഛന് ജോലിയില്ലാതെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശന്ന് കിടക്കുന്നവരുടെ വേദന എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവളെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാമെന്ന് പറയും. ശരി, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറയും. ഞാനേ ഇപ്പോൾ വരാമെന്ന് പറയും. അല്ല സച്ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇപ്പോൾ വരാം, നീ ഭക്ഷണം എടുത്ത് വെക്കാൻ പറയും. അങ്ങനെ സച്ചി നേരെ പോകുന്നത് ശ്രുതിയുടെ ഷോറൂമിലോട്ടാണ്. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ ഷോറൂം കാണിക്കുമ്പോൾ അവിടെ സ്റ്റാഫൊക്കെ ചോദിക്കും, സാറിന്ന് പോകുന്നില്ലയോ? ഇല്ല, ഞാനിന്ന് പോകുന്നില്ല, എനിക്ക് കുറച്ച് വർക്കുണ്ട് ഇവിടെ ചെയ്യാൻ, നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. ആ ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സച്ചി കയ്യിലൊരു പൊതിയൊക്കെ ആയിട്ട് വരും. അത് ബിരിയാണിയാണ്, ശ്രുതിക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമായിട്ട്. ആണെങ്കിൽ നീ എന്താ ഈ സമയത്ത് ഇവിടെ, എന്താ എനിക്ക് കൊണ്ട് വന്നുകൂടായോ? അല്ല ഈ സമയത്ത് വരുന്നതുകൊണ്ട് ചോദിച്ചെന്ന് പറയും. സമയം ഇത്രയായി, നീ എന്താ വീട്ടിലോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കും. അത് ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറയും. നീ ഇന്ന് വരാത്തയാണോ അതോ അമ്മ നിൻ്റെ അടുത്ത് പറഞ്ഞാണോ അങ്ങോട്ട് വരേണ്ടതെന്ന്? എടാ നീ ഒരാണല്ലേ, നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഇപ്പോഴും. എന്തും അമ്മ പറഞ്ഞ് മാത്രമേ നീ ആശ്രയിക്കത്തുള്ളൂ എന്ന് ചോദിക്കും. സച്ചി, നീ ഇവിടെ രാത്രി വഴക്കിന് വന്നതാണോ എന്നോട്? ഞാൻ വഴക്കിനൊന്നും വന്നില്ല, നിനക്ക് കഴിക്കാൻ ഭക്ഷണമായിട്ട് വന്നതാന്ന് പറയും. ഇപ്പം തന്നെ സമയം ഇത്രയായി, കുറച്ചും കൂടി കഴിയുമ്പോൾ എല്ലാ കടകളും അടയ്ക്കും. പിന്നെ നീ ഭക്ഷണം കഴിക്കാതെ പട്ടിണി അടക്കേണ്ടി വരും. എന്നെ ശ്രീകാന്തിനെ കണക്ക് നിനക്ക് വിശന്നൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. മുമ്പ് ഇതിനൊക്കെ നീ അമ്മയായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കത്തില്ല. പിന്നെ വിശന്നിരുന്നാൽ രാത്രിയാകുമ്പോൾ ഇരുന്ന് വിശക്കുന്നതെന്നുള്ള നില വിളിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാന്ന് പറയും. അല്ല, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രുതി പാലഘട്ടത്തിലുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ രേവതിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അവൾ ചെയ്തോളും. എന്നാ നിനക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ആ ബിരിയാണി അതെല്ലാം വാങ്ങിച്ചാൽ കഴിക്കും. ചുമയ്ക്കുവാണ്. അപ്പോഴത്തേക്ക് പറയും വെപ്രളം കാണിക്കേണ്ട, എന്നാന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കും. അങ്ങനെ വെള്ളമെല്ലാം കുടിക്കും. അപ്പോഴത്തേക്ക് പറയും, നീ ഈ പൈസ കിട്ടിയ സമയത്ത് നീ അവളും കൂടി ചേർന്ന് നീ ഒളിപ്പിച്ച് നോക്കാൻ ശ്രമിച്ചില്ല, ഇതിൻ്റെ എല്ലാം പ്രശ്നത്തിൻ്റെ കാരണം. നീ എന്തായാലും പൈസ കിട്ടി, ആ സമയത്ത് നിനക്ക് അച്ഛൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു പൈസയും പലിശ അവൾ തിരിച്ചു തന്നെന്ന്? അതൊന്നും നീ പറയരുത്. അപ്പോഴത്തേക്ക് ഇതൊന്നും മിണ്ടത്തില്ല. ഭക്ഷണം കഴിക്കാൻ ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ്. ഉടനെ പറയും, ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരും പണ്ട് തൊട്ടേ നിനക്ക് എല്ലാ കാര്യത്തിനും അങ്ങ് ഒളിച്ചു വെപ്പും കള്ളത്തരം പറിച്ചില്ല. അതിപ്പോൾ അവസാനം എന്തോ നീ ചെയ്ത കുറ്റവും കൂടി ഇപ്പം നിൻ്റെ ഭാര്യയ്ക്ക് ആടി മൊത്തം കൊള്ളുന്നതെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, നീ കൂടുതൽ സംസാരിക്കേണ്ട, നീയല്ലേ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്ന് തെളിവ് സഹിതം എല്ലാം ഞങ്ങളെ പിടിക്കപ്പെടാൻ കാരണമായത്, എന്നിട്ട് നീ കൂടുതൽ വലിയ വർത്തമാനമൊന്നും പറയണ്ട എന്ന് പറയും. എടാ, ഒരു കള്ളം ചെയ്ത് കഴിഞ്ഞാൽ എന്നായാലും അത് പിടിക്കപ്പെടും, അത് അറിഞ്ഞു വേണം കള്ളത്തരം ചെയ്യാൻ. അത് ഇത്രയും വലിയൊരു കള്ളത്തരം. അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത് വല്ല പെണ്ണിനും കൊണ്ട് കൊടുത്തതും പോരാ, എന്നിട്ട് അവളത് തിരിച്ചു തന്നപ്പോൾ അത് ആരെ അറിയിപ്പിക്കാതെ പോയി ഷോറൂം തുടങ്ങുക, എന്നിട്ടത് പൗഡർ എടുത്തിട്ട് അച്ഛൻ ഇട്ട് തന്നെന്ന് കള്ളം പറയുക. എന്നിട്ട് ഇപ്പോൾ എന്തായി, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് പിടിയിലായില്ലയോ തെളിവ് സഹിതം? ഇപ്പോഴും ഞാൻ തെളിവ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ 2 എണ്ണം ഇത് സമ്മതിക്കുമെന്ന് ചോദിക്കും. ഉടനെ പറയാം, ഞാൻ ഷോറൂം ഇട്ടെങ്കിലേ അത് എൻ്റെ വിടുക, നീ ഇനി ഈ ഷോറൂമിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ടൊന്നും വരണ്ട. ഈ ബിരിയാണിയൊക്കെ മേടിച്ച് തന്ന് സെൻറ്റിമെൻ്റ് ആക്കിയതിന് ശേഷമേ നീ സെൻറ്റിമെൻ്റൽ രീതിയിൽ ഷോറൂമിന് നിനക്ക് അവകാശമുണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, ഞാനത് സമ്മതിക്കത്തില്ലെന്ന് പറയും. ഇതാ നിൻ്റെ കുഴപ്പം, നിനക്ക് ഒരു സ്വന്തം കൂടപ്പിറപ്പല്ലേ വിശന്നിരിക്കട്ടെന്ന് കരുതി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നപ്പം ഇപ്പം നീ പറയുന്നു ഷോറൂമിന് അവകാശം പറഞ്ഞുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ നിനക്ക് ഭക്ഷണം മേടിച്ചാൽ നിന്ന്. നീ എന്താടാ ശ്രുതി ഇങ്ങനെ, നീ ഒരിക്കലും നന്നാവത്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ പറയും, നിന്നോട് സംസാരിക്കാൻ പോയാലേ എനിക്ക് വെറുതെ എന്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയും, ശരി ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവും. അതിനുശേഷം ശ്രുതിക്കുള്ള ഭക്ഷണമായിട്ട് രേവതി മുറിയിലോട്ട് വരികയാണ്. ശ്രുതി, നീ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ, വിശന്നിരിക്കേണ്ട, നീ ഭക്ഷണം കഴിക്കാൻ പറയും. ഓ, നിനക്കിപ്പോൾ സമാധാനമായല്ലോ. എന്തിന്? മുമ്പ് ആൻറ്റി നിന്നെ ആയിരുന്നല്ലോ സ്ഥിരം പുറകെ നടന്ന് ചീത്ത പറയാൻ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അത് എന്നെ വഴക്ക് പറഞ്ഞ് കാണുമ്പോൾ നിനക്ക് സന്തോഷമായി കാണും. നീയും നിൻ്റെ ഭർത്താവും ഇതിനെല്ലാം കാരണം. നിങ്ങൾ രണ്ടുപേരോട് ചേർന്നാണ് ഞങ്ങൾ ഈ അവസ്ഥയിലാക്കിയെന്ന് ചോദിക്കും. ഞങ്ങൾ എന്ത് ചെയ്തു? ചോദിക്കുക, നിനക്ക് നിൻ്റെ ഭർത്താവിന് ഞങ്ങൾ ഉയരുന്നതിൻ്റെ അസൂയാന്ന് പറയും. നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ആവാൻ കഴിയാത്തതിൻ്റെ അസൂയ കൊണ്ടല്ലേ നീയും നിൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കും. ശ്രുതി, നീ എന്തൊക്കെയാണ് പറയുന്നത്? വിശന്നിരിക്കുന്നത് നിനക്ക് ഭക്ഷണം കൊണ്ട് വന്നതിനാണോ നീ ഇത്ര എന്നെ പറഞ്ഞതെന്ന് ചോദിക്കും.
അല്ലേ? നിങ്ങൾ രണ്ടുപേരും അധ്വാനിച്ച് ചെയ്തെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ കള്ളത്തരം ചെയ്തുകൊണ്ടല്ലേ അച്ഛന് റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ പൈസ 50 ലക്ഷം രൂപ അത് നിൻ്റെ ഭർത്താവിന് കൊടുത്തു. അത് നിൻ്റെ ഭർത്താവ് ഒരു പെൺകുട്ടിക്ക് കൊണ്ട് കൊടുത്തു. അതിനുശേഷം ആ പൈസ തിരിച്ച് കിട്ടുന്ന സമയത്ത് അത് ന്യായമായിട്ടും അച്ഛൻ്റെ കയ്യിലല്ലേ ഏൽപ്പിക്കേണ്ടത്. അച്ഛനത് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ളത്. അത് ആരുടെ പറയാതെ നിങ്ങൾ ആ പൈസ മേടിച്ചുകൊണ്ട് പോയി ഷോറൂം തുടങ്ങി. എന്നിട്ട് അത് എല്ലാവരുടെ മുമ്പിലും വന്ന് പറയാം നിൻ്റെ മലേഷ്യയിലുള്ള അച്ഛൻ അയച്ചെന്ന പൈസ കൊണ്ട് ഷോറൂം തുടങ്ങി. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടതല്ലേ ചെയ്തത്. ഇപ്പോഴും ബംഗ്ലാവിന് വേണ്ടി കൊണ്ട് 30 ലക്ഷം രൂപ കൊടുത്ത് ആ പൈസയും പോയി. എന്നിട്ടും നീ എന്തിനാ എന്നോട് വഴക്കിന് വരുന്നതെന്ന് ചോദിക്കും. എനിക്കറിയാം രേവതി, നിങ്ങൾ രണ്ടുപേരും കൂടി ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്താൽ ഞങ്ങളെ ഈ ഒരു അവസ്ഥയിലാക്കിയെന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അവസാനം രേവതിക്ക് അങ്ങ് ദേഷ്യം വരും. ശ്രുതി പറയുന്നതിനൊക്കെ രേവതിയും തിരിച്ച് മറുപടി പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ശ്രുതിയുടെയും പിണക്കം തീർക്കാൻ ആയിട്ട് ആരായിരിക്കും മുൻകൈ എടുക്കുന്നത്? അതുപോലെ തന്നെ ഷോറൂമിൻ്റെ അവകാശമായിട്ട് ഷോറൂം തുടങ്ങിയത് രവീന്ദ്രൻ്റെ പൈസ കൊണ്ടാണ്. ഇനി ആ ഷോറൂമിന് അവകാശം 3 മക്കൾക്കും തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നെക്സ്റ്റ് വീക്കിലുള്ള പ്രൊമോയും ഇടുന്നുണ്ട്. എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസവും നേരുന്നു. നന്ദി.